ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ആന്ന് പറഞ്ഞു. ആ നമ്മൾ ഇന്ന് പയ്യന്നൂര് അനുപന്റെ സുഹൃത്തായ ഷൈജു ഏട്ടന്റെ ഹൗസ് വാമിങ്ങിന് പോവാണ്. നമ്മളെവിടെയാ പോകുന്നത്, നമ്മളെന്താ പോകുന്നത്, ആരെടുത്താ പോകുന്നത് തന്നെ ചോദിക്കാൻ. അപ്പോൾ ഏതും പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിൽ കൂടലിന് പോകുന്നതാണ്. എൻ്റെ ആത്മസുഹൃത്ത് ഷൈജു ആറം. ഷൈജു ഞാനും ഒന്നിച്ച് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചതാണ്. ഷൈജുവിൻ്റെ ഏച്ചി എൻ്റെ ഏച്ചിൻ്റെ പേര് പഠിച്ചതാണ്. നല്ല മഴേൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് റെഡ് അലേർട്ട് ആണ് കണ്ണൂർ. ഞങ്ങൾ ഒരുപാട് നേരം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നു. പിന്നെ നാളെ പോകാമെന്നൊക്കെ കരുതി. പിന്നെ എന്തായാലും പോകണമെന്നുണ്ട്. അതിൻ്റെ പുതിയ വീട് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, മനസ്സിലുണ്ട്. വീട് എടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഹൗസ് വാമിങ്ങിന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷെ എന്തായാലും ഞാനോട് ചോദിച്ചു, നീ ഇത്രയും കാലമായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് നിന്നോടല്ല ആദ്യമേ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പോയതായിരിക്കും. ഷൈജുവിൻ്റെ വൈഫിൻ്റെ ഒരു മായ, രണ്ടാളും ബാങ്കിലാണ്. മായ SBIയിലാണ്. ഇവിടെ രാപ്പകലില്ലാണ്ടാണ് ഈ വർക്ക് നടക്കുന്നത്. രാത്രി 10 മണിക്കെല്ലാം ഇതിലേ വരുമ്പോഴും ഇവിടെ വർക്ക് നടക്കുന്ന കാണലുണ്ട്. ഇപ്പം നമ്മളാ കാണുന്ന മണ്ണ് ഒരു കിണറുണ്ടായിരുന്നു. ഈ കിണർ ഞാനെങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ, ഇതുവഴി വരുമ്പോൾ ഈ സ്ഥലം കൃത്യമായിട്ട് പണ്ട് ബസ്സിൽ വരുമ്പോഴൊക്കെ സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കിണറൊക്കെ ഉണ്ടായിരുന്നു. ആ കിണറൊക്കെ മൂടിയിട്ടാണ് അതിൻ്റെ മേലേക്ക് ആ താറൊക്കെ റോഡ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ പോകണ്ടേന്ന് മനസ്സിലാകാത്തൊരു പ്രശ്നമുണ്ട്. ലെഫ്റ്റാണോ, ഇവിടെ ഒന്നും ബോർഡ് കാണുന്നില്ല. മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ തന്നെ പോവാം. വൺ വേ ആണെന്ന് മനസ്സിലാകാം. ആയിരിക്കില്ല തോന്നുന്നു. വേറെ റൂട്ട് ഉണ്ട് ഇനി. അല്ല അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ബോർഡ് വെക്കൂലേ? മഴ റെഡ് അലേർട്ട് ആയതുകൊണ്ടായിരിക്കും റോഡ് ഒറ്റ വണ്ടി കാണുന്നില്ല. അതിന് സംഭവം മനസ്സിലാവുന്നില്ല. അല്ല അത് ശരി, ഒറ്റ വണ്ടിയില്ല. നോക്കിയത് റോഡ് കാണിച്ച് ഒറ്റ വണ്ടിയില്ല. ഹർത്താല പോലെ
ബേക്കോട്ടും കാണിക്കും ബേക്കിലില്ല. ഇത് വേറെ ഇങ്ങനെ ഈ വഴി ഓടിയിട്ടില്ല. ഒരു വണ്ടി പോലും ഇല്ല. അല്ല മോനെ, നമ്മളെ വണ്ടി മാത്രമേ. അപ്പൊ ഇവിടെ ഇനി അടുത്ത മഴ ഇടക്കിടക്ക് വരുന്നുണ്ട്. എന്നാലും ഇത് 2 ദിവസമായിട്ടുള്ള മഴ പോയോ കുറഞ്ഞ പോലെയുണ്ട്. പക്ഷെ എന്നാലും ആകാശം നല്ല കാർമേഘത്തിലാണ് ഉള്ളത്. മഴ എന്തായാലും പെയ്യും. മഴ നോക്കി അങ്ങനെ നോക്കി. ഒരു മഴ നമ്മൾ ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം ഒരു 5-6 തവണ നമ്മൾ ഇതിലേക്ക് കൂടി സൂചന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും പോകുന്ന ഒരു വേഗത ഈ ഒരു വേഗതയാണ് എല്ലാ സമയത്തല്ല. ഇപ്പം നമ്മൾ 45-ലാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ നമ്മൾ ഒന്നിച്ചൊരു വണ്ടി ഉണ്ടായില്ല. കാരണം എല്ലാം ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാവരും വേഗത അധികമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ റോഡ് നല്ല റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചവിട്ടി അങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല. നമ്മളങ്ങനെ പയ്യന്നൂർ പെരുമ്പെത്തി. കുറേ നേരമായി തോന്നുന്നു മഴ പെയ്യാത്തല്ലേ. നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ മഴ കഴിയാണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റാൻ തോന്നുന്നില്ല. തന്നെയായിരിക്കും സ്ഥലം എന്ന് തോന്നുന്നുണ്ട്. ഷൈജുവിൻ്റെ വീട് മൊത്തം വീടെടുക്കണം എന്നുണ്ടായതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പറ്റുന്നു. ഭയങ്കര മഴ. പാർക്കിംഗ് ഏരിയയിലുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ വീട്ടിൽ കൂടുതലിന് പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല. അവിടെ എത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥ ആകെ മാറി. ഭയങ്കര മഴ, ഭീകര മഴയായിട്ട് നമുക്ക് കാരണം എല്ലാവരും പിന്നെ പന്തലിനുള്ളിലായി. അപ്പോൾ ഒന്നും നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ല. ഭക്ഷണം കഴിക്കാൻ മാത്രം നടന്നില്ല. അപ്പോൾ ഇത് തന്നെ പിന്നെ ചാട്ടിയത് തുടങ്ങി. ഭയങ്കര മഴ വെച്ചാൽ രക്ഷയില്ല. ഇതുപോലെ റോഡ് കാണിച്ച റോഡ് ടാറൊക്കെ നല്ല ഇരുട്ടായിട്ടുള്ള റോഡല്ല. ഇപ്പൊ ഒരു 3 മണിയേ ആയിട്ടുള്ളൂ. 3 മണിക്ക് തന്നെ ലൈറ്റ് എടുത്ത് ആൾക്കാർ പോകുന്നു. ഭീകരമായൊരു അന്തരീക്ഷം അല്ലേ. ഇതാ പറ ഏതിന് പറയാൻ കൊടുക്കും. അതാ ഏതിനാ അവിടെ സ്കൂട്ടിയിൽ പോകാന്നാ പറയുന്നത്. മഴയായോണ്ടാ. എന്നാ ഇതല്ലേ റോഡൊന്നും കാണുന്നില്ല. ഫുള്ള് വെള്ളം. നമുക്ക് റോഡ് മനസ്സിലാകുന്നില്ല. കാണുന്നില്ല. ലൈറ്റിന്റെ ഒരു മിന്നായം പോലെ.
ആരും മഴയത്ത് ഓടിക്കുന്നില്ല, എല്ലാവരും സൈഡാക്കി വെക്കുവാണ് വണ്ടി. അപ്പോൾ നല്ല മഴയുമ്പോൾ വണ്ടി സൈഡാക്കി വെച്ചാൽ സേഫ്. സൈഡാക്കായിട്ട് നോക്കലാണ്. പക്ഷേ സൈഡാക്കാനും പേടി. സൈഡാക്കുമ്പോൾ ചിലപ്പോൾ ആടയിൽ കുടി ഉണ്ടെങ്കിൽ കാണുന്നില്ല അല്ല. പൈസ വെള്ളത്തിൽ എന്നറിയാമോ? ചൂട് കാറ്റാക്കിയാൽ മതിയായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ തിരിച്ച് അതിന്റെ തൂണുകൾ ട്രെയിൻ പോലത്തെ ട്രെയിൻ. അപ്പൊ നമ്മള് മറ്റേതോ ഒരു സ്ഥലത്ത് കൂടി അപ്പം അതൊരു മല കാണുന്നത് അല്ലേ? കുപ്പം പുഴയുടെ അടുത്ത് എത്തി. കുപ്പം പുഴ നിറഞ്ഞ് പുഴങ്ങ് കരക്കെത്തി വെള്ളം.